ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഫ്രീക്വൻസി കണ്ടെത്തുന്ന ക്വസ്റ്റ്യനാണ് ചെയ്തിട്ടുള്ളത്. ആ ഫ്രീക്വൻസീൻ്റെ ബേസ്ഡ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അതായത് യൂണീക്ക് ലെവൻസിനെ പ്രിൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഫ്രീക്വൻസി ചെയ്തതിൻ്റെ കോഡ് ഇവിടെ തന്നെയുണ്ട്. ആ കോഡ് നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന യൂണീക്ക് ലെവൻസ് അത് ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. യൂണീക്ക് ലെവൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കോഡിൽ ജസ്റ്റ് ഒരു മാറ്റം കൂടി വരുത്താനുള്ളൂ. അതായത് ജസ്റ്റ് നമ്മൾ ഈ ഒരു കോഡിൻ്റെ ലാസ്റ്റ് ഇൻഡിറ്റ് ഈഫ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. 6 ഏതാണോ 6 പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. അതൊന്നും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് എനിക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഇതിലെ യൂണീക്ക് ലെവൻസ് ആണ് 44, 87, 8, 4. യൂണീക്ക് ലെവൻസ് എന്ന് വെച്ചാൽ ഒരു അറേയിൽ ഒറ്റത്തവണ മാത്രം ആ ഒരു വാല്യൂ പാടുള്ളൂ. അതായത് ഇവിടെ 2ഉം 1ഉം ഒക്കെ 2 വട്ടമല്ലേ, അതിൻ്റെ ഒന്നും 2 വട്ടം ഉണ്ടാകാൻ പാടില്ല. ഒറ്റത്തവണ മാത്രമേ ആ അറേയിൽ ആ ഒരു വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. 44, 8 ഒറ്റത്തവണയുള്ളൂ. വേറെ 2 തവണയില്ലെങ്കിൽ 3 വട്ടമൊക്കെ ഇങ്ങനെ പോകുന്നു. ഇത് 124, 87 101, 9 2 തവണയുണ്ട്, 8ഉം 101, 9 നോക്കിയതാണ്. ഈ 5ഉം 2 തവണയുണ്ട്, ഇപ്പോൾ 4. ഇപ്പോൾ ഇതിനകത്ത് 59 കൂടി വരും. ഓക്കെയാണ്, കോഡ് സെറ്റാണ് യൂണീക്ക് ലെവൻസിൻ്റെ കോഡ്. ഇനി യൂണീക്ക് ലെവൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണീക്ക് ലെവൻസിൻ്റെ കൗണ്ട് കാണാൻ പറയാറുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതേ കോഡ് തന്നെ യൂണീക്ക് ലെവൻസ് വിടാൻ മേലെ പുതിയൊരു വേരിയബിളും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഞാൻ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് വെക്കുന്നത് കെ മറ്റൊരു വേരിയബിൾ എന്നിട്ട് ഇവിടെ കെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് യൂണീക്ക് ലെവൻസ് കൗണ്ട് യൂണീക്ക് ലെവൻസ് കൗണ്ട് ഓഫ് യൂണീക്ക് ലെവൻസ് എന്ന് പറയുന്നത് രസമില്ല. Count of unique element says ജസ്റ്റ് ഞാൻ ഇതൊക്കെ വർക്കായി കഴിഞ്ഞിട്ട് ഇവിടെ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ഇവിടെ കെ കൊടുത്താൽ അവർ കെനെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. 6 യൂണീക്ക് ലെവൻസ് ആണുള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട്. യൂണീക്ക് ലെവൻസിൻ്റെ കൗണ്ട് ഈസ് 6. ഇനി കറക്റ്റ് തന്നെയല്ലേ, 5 യൂണീക്കല്ല, 6 യൂണീക്കല്ല, 44, 1, 2, 9 ഇപ്പോൾ യൂണീക്കാണ്. 1, 2, 3, 8, 4, 5, 6 യൂണീക്ക് ലെവൻസ് ആണ്. 4 യൂണീക്കാണ്. ഓക്കെ, 6. എന്നോട് ഈ ഫിമിഗേഷനിൽ എന്നോട് ഒരു ടൈമിൽ ചോദിച്ച ക്വസ്റ്റ്യനുണ്ട്. അതായത് സോർട്ട് ചെയ്ത അറേനെ പ്രിൻറ്റ് ചെയ്തിട്ട് ഇത് പ്രിൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതായത് കൗണ്ട് ഓഫ് യൂണീക്ക് എലിമെൻറ്റ്സ് വേണം, സോർട്ട് ചെയ്ത അറേയും പ്രിൻ്റ് ആകും. അത് ജസ്റ്റ് ഞാനിവിടെ സോർട്ടിൻ്റെ കോഡ് ആഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താൽ തരാം. എന്നോട് ഫിമിഗേഷൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് സോർട്ട് ചെയ്ത അറേ പ്രിൻറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് കൗണ്ട് ഓഫ് യൂണീക്ക് എലിമെൻറ്റ്സ്
എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട് അറിയണം, അതിൻ്റെ കോഡ് എഴുതിയിട്ടുണ്ട്. ഈ സോർട്ടിങ് ഓഫ് പറയാൻ മുമ്പേ ചെയ്തിട്ടുള്ള ഈ ഫ്രീക്വൻസിയുടെ കോഡിൽ നമുക്കൊരു മാറ്റം കൂടി വരുത്താൻ പറ്റും. സോർട്ടിങ് ഓഫ് അറേൻ്റെ ന്യൂ ലൈൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ വേറെ തന്നെ ലൈനിൽ ഇത് വന്നിട്ടുണ്ട്. 6 കൗണ്ടുമായിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യാണ് ഇവിടെ ചോദിച്ചത്. സോർട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്താലും പിന്നെ കൗണ്ട് യൂണിക് ലെൻസിൻ്റെ കൗണ്ട് കണ്ടെത്തി കൊടുക്കാനായിരുന്നു എന്നോട് ചോദിച്ചത്. ഇതിലൊരു മാറ്റം കൂടി നമ്മൾ എഴുതി കൊടുക്കുക. അതായത് ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കാം. അത് എങ്ങനെ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് i+1 കൊടുത്താൽ ലിമിറ്റ് വരുന്നുണ്ട്. ഓക്കെ, കോഡ് വർക്കാം. ഈ ഒരു വിധത്തിൽ നമുക്ക് ഫ്രീക്വൻസിൻ്റെ കോഡ് എഴുതാൻ പറ്റും. i+1 കൊടുത്താൽ നമുക്ക് ഇവിടെ കണ്ടീഷൻ കൊടുക്കണം. പിന്നെ ഒരിക്കലും ഐയും ജെയും ഈക്വൽ ആവില്ല. ഓക്കെ, ഇപ്പം നമ്മൾ യൂണിക് ലെവൻസിനെ സോർട്ട് ചെയ്തിട്ട് യൂണിക് ലെവൻസിൻ്റെ കൗണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി യൂണിക് ലെവൻസിനെ ഡിലീറ്റ് ചെയ്യുന്നൊരു പരിപാടിയും കൂടിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് യൂണിക് ലെവൻസിനെ ഡിലീറ്റ് ചെയ്യുന്ന കോഡ് ആയിട്ടുണ്ട്. ഞാൻ കോഡ് ടൈപ്പ് ചെയ്തിട്ട് വെക്കാൻ കാരണം എനിക്ക് ഡൗട്ട് അടിച്ചത്. ഇവിടെ ഈ ഒരു വിധത്തിൽ i+1 വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു വിധത്തിൽ ചെയ്യണ്ട കേട്ടോ. ആ ഒരു വിധത്തിൽ ചെയ്തിട്ടാണ് എറർ കാണിച്ചത്. എനിക്ക് വേണ്ട, അത് ഞാൻ ചെയ്തിട്ട് എറർ കാണിച്ചത്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്താം. ഇവിടെ AR(j) ഞാൻ നെഗറ്റീവ് ഇങ്ങനെ 101 കൊടുത്തിട്ടില്ല. ആ ഒരു കാര്യം ഈ ഡിലീഷൻ്റെ കേസിൽ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് യൂണിക് ലെൻസ് ഡിലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള യൂണിക് ലെൻസ് ഈ 44ഉം 87ഉം അതൊക്കെ ആയിരുന്നു. അതൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 ടൈം 6 ഉണ്ട്. ഇവിടെ 3 ടൈം 6 ഉണ്ട്. 5 ടൈം എത്ര ടൈം 4 ടൈം 5 ഉണ്ട്. 4 ടൈം 5 ഉണ്ട്. 3 ടൈം 3 ഉണ്ട്. ഇവിടെ 3 ടൈം 3 ഉണ്ട്. 3 ടൈം 2 ഉണ്ട്. 2 ടൈം 1 ഉണ്ട്. യൂണിക് ലെൻസിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോബ്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. യൂണിക് ലെൻസിനെ ഡിലീറ്റ് ചെയ്യുന്ന ഇത്തരം ഈ കോഡ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്താണ് നമ്മൾ ഡിലീഷൻ്റെ കോഡ് കൊടുത്തത്. ഇഫ് കൗണ്ട് =1, അതായത് യൂണിക് ലെവൻ്റാണ് ഉള്ളിലേക്ക് പോകുന്നത്. ആ ഒരു കേസിൽ ജെ അസൈൻ i തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. i തൊട്ടിട്ട് ലിമിറ്റ് -1 വരെ. ലിമിറ്റ് വരെ കൊടുത്താൽ തെറ്റുന്നുണ്ടോ നോക്കാം. ഇല്ല, ലിമിറ്റ് വരെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ശരിയായിട്ട് തന്നെ കോഡ് വന്നിട്ടുള്ള. ഓക്കെ, ലിമിറ്റ് വരെ കൊടുക്കാം. ലിമിറ്റ് വരെ കൊടുക്കാൻ എറർ വരുന്നുണ്ടോ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചിരുന്നു. ലിമിറ്റ് ഇവിടെ 0 ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലിമിറ്റ് -1 ചെയ്തല്ലോ. ലിമിറ്റ് -1 ചെയ്യേണ്ടല്ലോ. ഇവിടെ ലിമിറ്റ് വരെ തന്നെ കൊടുത്താൽ ബാക്കിയുള്ള വാല്യൂസൊന്നും 0 ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ലിമിറ്റ് വരെ കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ടാണ് കൊടുക്കുക. ബാക്കി എല്ലാവരും ഈ വാല്യൂസും സീറോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് ഇവിടെ i കൊടുക്കാൻ കാരണം നമ്മളൊരു വാല്യൂവിനെ എടുത്തിട്ട് തൊട്ടിപ്പുറത്തേക്ക് വെക്കുന്ന ഒരു ഡിലീഷൻ. അതായത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ഈനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ തൊട്ടിപ്പുറത്തുള്ള വാല്യൂവിനെ എടുത്ത് തൊട്ടിപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നവരെയല്ല ഡിലീഷൻ ചെയ്യുക. അപ്പോൾ എടുത്ത വാല്യൂ നമ്മൾ ഇടത്തേക്ക് മാറ്റി വെച്ച് വീണ്ടും ആ ഒരു പൊസിഷൻ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പൊസിഷൻ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു i - കൊടുത്തത്. അതായത് ഇപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചെന്ന് വിചാരിക്കുക. എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കും. ഈ ഒരു വാല്യൂവിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഈ മാറ്റി വെച്ച ആ പൊസിഷൻ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് i - കൊടുത്തത്. ഇപ്പം നമ്മളൊരു വാല്യൂ ഡിലീറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ലിമിറ്റ് -ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിക് ലെൻസ് റിലേറ്റഡ് എല്ലാ പ്രോബ്ലവും ഓൾമോസ്റ്റ്
ചെയ്തെന്ന് തോന്നുന്നു. ചെയ്ത് അത്യാവശ്യം എല്ലാ ടൈപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് 10 മിനിറ്റിൽ. അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്ക് ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ്, ഷെയർ. വീഡിയോസ് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു.